നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് ചതുർത്ഥി ദിവസമാണ്. ഇന്നത്തെ ചതുർത്ഥിക്ക് വളരെയധികം പ്രത്യേകതയാണ് ഉള്ളത്. മഹാസങ്കടഹര ചതുർത്ഥി എന്നാണ് ഇന്നേ ദിവസം അറിയപ്പെടുന്നത്. അമാവാസി കഴിഞ്ഞു വരുന്ന 4-ാമത്തെ ദിവസം ചതുർത്ഥി, പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയെ സങ്കടഹര ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ വിനായക ചതുർത്ഥിക്ക് മുന്നേ വരുന്ന ഇന്നേ ദിവസത്തെ ചതുർത്ഥിയെ മഹാസങ്കടഹര ചതുർത്ഥി എന്ന് അറിയപ്പെടുന്നു. കർക്കിടക മാസത്തിലെ ഈ സങ്കടഹര ചതുർത്ഥി ചൊവ്വാഴ്ച ദിവസം കൂടി വന്നിരിക്കുന്നതിനാൽ അങ്കാരക ചതുർത്ഥി എന്നും അറിയപ്പെടുന്നുണ്ട്. സിദ്ധിയുടെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ദേവനായ നമ്മുടെ വിഘ്നങ്ങളൊക്കെ തീർക്കുന്ന വിഘ്നവിനായകനെ വണങ്ങുന്ന ഉത്തമമായ ദിവസമാണ് ഈ മഹാ അങ്കാരക ചതുർത്ഥി അഥവാ സങ്കടഹര ചതുർത്ഥി. വിനായകൻ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയാം, നമ്മുടെ സർവ്വവിധ തടസ്സങ്ങളും മാറ്റുന്ന മഹാപ്രഭുവാണ്. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനായ വിനായകനെ 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണ്. ജാതകപ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിലും ഗണേശ പ്രീതികരമല്ലെങ്കിൽ സദ്ഗുണങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ലാതെ പോകും. ഉദാത്തമായ ഭക്തിയോടെ ഗണേശ ഭഗവാനെ ഭജിക്കുന്നവർക്ക് സർവ്വദുരിതങ്ങളും അകന്ന ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ പുണ്യ ദിവസത്തിൽ, അതായത് ഈ മഹാസങ്കടഹര ചതുർത്ഥി വരുന്ന ഇന്നേ ദിവസത്തെ ഗണപതി ഭജനവും പൂജയും വഴിപാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അതീവ ഗുണകരമായാണ് ഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഈ സങ്കടഹര ചതുർത്ഥി വന്നിരിക്കുന്നതിനാൽ ഇന്നേ ദിവസത്തെ ഗണേശ ഭജനം നമ്മുടെ ജീവിതത്തിലെ സകലവിധ സാമ്പത്തിക തടസ്സങ്ങളും മാറ്റി കടങ്ങൾ വീട്ടാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. സങ്കടം എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ആണ്. ഹര എന്നാൽ അവയെല്ലാം വേരോടുകൂടി ഉന്മൂലനം ചെയ്യുന്നതിനായി ആണ്. വിനായകൻ ചതുർത്ഥി ദിനത്തിലാണ് ചന്ദ്രന്റെ ശാപം തീർത്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സങ്കടഹര ചതുർത്ഥി ദിനങ്ങളിൽ ചന്ദ്രോദയത്തിനു ശേഷമാണ് വിനായകനെ പൂജിക്കുവാനും ഭജിക്കുവാനും ഉത്തമമായ സമയം എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച ഗണപതി ഭഗവാനെ പൂജിക്കാനും ഭജിക്കുവാനും അമ്പലത്തിൽ പോകുവാനും കഴിയാത്തവർ ബുധനാഴ്ച രാവിലെ 8:30 വരെ ചതുർത്ഥി തിഥിയുണ്ട്. ഈ സമയത്തും നിങ്ങൾക്ക് പൂജയും വഴിപാടുകളും ചെയ്യാവുന്നതാണ്. സങ്കടഹര ചതുർത്ഥിയിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഗണപതി പിടിച്ചു വയ്ക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിൽ പനിനീരോ റോസ് വാട്ടറോ ഒഴിച്ച് അത് കുഴച്ച് ഗണപതിയുടെ ഒരു രൂപം പോലെ സങ്കല്പിച്ച് ഒരു ചെമ്പരത്തി ഇലയിൽ ഗണപതി ഭഗവാനെ വെച്ച് ഒരു നെയ്വിളക്ക് കത്തിക്കുകയാണ്. ഒരു മൺവിളക്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക. എന്നിട്ട് ഗണപതി ഭഗവാന്റെ ഗായത്രി മന്ത്രം ജീവിതത്തിൽ സർവ്വകാര്യസിദ്ധിക്കും സർവ്വ തടസ്സങ്ങളും മാറി ഈ ഗായത്രി മന്ത്രം 108 തവണ ജപിക്കാവുന്നതാണ് എന്നും. മന്ത്രം ഇതാണ്: ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാത്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ഒരു തേങ്ങ ഗണപതിക്കായി ഉടയ്ക്കുന്നത് സകല വിഘ്നങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ട് അകലുന്നതാണ്. ഇനി പൂജയും വഴിപാടും ക്ഷേത്രത്തിലും മറ്റും ഒന്നും പോകാൻ കഴിയാത്തവർ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എഴുതുക. നിങ്ങൾക്കറിയാമല്ലോ, ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി എഴുതുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ നടുവിരലിലാണ് ഈ നമ്പർ എഴുതേണ്ടത്. നമ്പർ ഇതാണ്: 426499. ഇത് ഒരു നീലമഷിയുള്ള പേന കൊണ്ടോ പച്ചമഷിയുള്ള പേന കൊണ്ടോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പവർഫുള്ളായ ഈ ഏഞ്ചൽ നമ്പർ കയ്യിൽ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഗണപതി ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. 100% ഫലം ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ആ വിഘ്ന വിനായകന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്